പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിചിന്തന ഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളുടെ സമാഹാരത്തോടൊപ്പം യേശുവിൻ്റെ ഉപമകളുടെ ഉദ്ദേശം മത്തായി സുവിശേഷകൻ ഉൾച്ചേർക്കുകയാണിവിടെ. കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലെയും വരുന്ന ഞായറാഴ്ചയിലെയും സുവിശേഷ വായന മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ ഉപമകളാണല്ലോ. ഈ ഉപമകൾ മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം സുവിശേഷങ്ങളിലെ എല്ലാ ഉപമകളും മനസ്സിലാക്കുന്നതിനും ഉപയുക്തമാണ് ഈ വചനഭാഗം. ശിഷ്യന്മാരുടെ അർത്ഥവത്തായ ഒരു ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടിയായാണ് ഉപമകളുടെ ഉദ്ദേശത്തെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്? ഇങ്ങനെ ശിഷ്യന്മാർ ചോദിക്കുവാൻ കാരണം മത്തായി 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലെ മലയിലെ പ്രസംഗത്തിലും 10-ാം അധ്യായത്തിലെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിലും യേശു വ്യക്തമായി സംസാരിക്കുകയായിരുന്നു. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപമകൾ വഴി പറയുകയായിരുന്നു. ഈ ശൈലി മാറ്റമാണ് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് കാരണം. ഉത്തരം നൽകുവാൻ യേശു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിക്കുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന ജനതയോട് പ്രവാചകനെ പ്രസംഗിക്കാൻ നിയോഗിക്കുന്ന വചനഭാഗമാണിത്. യെശയ്യായുടെ അതേ സാഹചര്യമാണ് താനും അഭിമുഖീകരിക്കുന്നതെന്ന് യേശു മനസ്സിലാക്കുന്നു. മത്തായി 12-ാം അധ്യായത്തിലെ സാബത്ത് വിവാദത്തിലും സാബത്തിലെ രോഗശാന്തിയിലും ബേൽസെബൂൾ വിവാദത്തിലുമൊക്കെ ദൈവരാജ്യ സന്ദേശത്തെ എതിർക്കുന്നവർക്ക് ദൈവരാജ്യ രഹസ്യങ്ങൾ ഇനി മുതൽ ഉപമകൾ വഴി നൽകപ്പെടുന്നു. അവർ ദൈവീക രഹസ്യങ്ങളിലേക്ക് തുറവിയില്ലാത്തവരാകയാൽ ഉപമകൾ അവർക്ക് വെറും കഥകൾ മാത്രമാണ്. എന്നാൽ അവയ്ക്കു വേണ്ടി കാതോർക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാരെ പോലെയുള്ളവർക്ക് ഉപമകൾ ദൈവരാജ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഉപമകൾ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഭൗമിക കഥകളാണല്ലോ. അവ ഒരേ സമയം ദൈവരാജ്യ സന്ദേശത്തെ മറയ്ക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വചനം ഇന്ന് ധ്യാനിക്കുമ്പോൾ നമ്മളോടുള്ള ചോദ്യം നമുക്ക് ദൈവിക രഹസ്യങ്ങളോടുള്ള മനോഭാവമാണ്. ദൈവിക വെളിപാടുകളെ ദുരുദ്ദേശത്തോടെ ചോദ്യം ചെയ്യുന്നവരാണോ നാം, അതോ ദൈവിക രഹസ്യങ്ങളോട് സദുദ്ദേശത്തോടെ കാതോർക്കുന്നവരാണോ? വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈ വചനഭാഗത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രസംഗത്തിൽ വെളിപ്പെടുത്തുന്നത് പോലെ യഥാർത്ഥമായി ദാഹിക്കുന്നവരിൽ ദൈവരാജ്യത്തെ പ്രതി കൂടുതൽ തീക്ഷ്ണതയും ജിജ്ഞാസയും നിറയ്ക്കുവാനാണ് യേശു ഉപമകൾ വഴി സംസാരിച്ചത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ പ്രാർത്ഥനാപൂർവം ദൈവീക ജ്ഞാനം അന്വേഷിക്കുന്നവരാക്കാനാണ് നമ്മോട് യേശു ഉപമകൾ വഴി സംസാരിച്ചത്. 35 മുതൽ 40 വരെ ഉപമകൾ സുവിശേഷത്തിൽ ഉണ്ടെന്നതാണ് പണ്ഡിതമതം. ലൂക്കായുടെ സുവിശേഷത്തിൽ 24ഓളം ഉപമകളുണ്ട്. അതിൽ 18 ലൂക്കാ സുവിശേഷകൻ്റേത് മാത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ 23ഓളം ഉപമകളുണ്ട്. അതിൽ 11 മത്തായി സുവിശേഷകൻ്റേത് മാത്രം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8ഓളം ഉപമകളുണ്ട്. അതിൽ 2 മർക്കോസിൻ്റേത് മാത്രം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രത്യക്ഷത്തിൽ ഉപമകൾ ഇല്ലെങ്കിലും ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. ഇവയൊക്കെയും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അമൂല്യമായ വെളിപ്പെടുത്തലുകളാണ്. ഇവ മനസ്സിലാക്കുവാനുള്ള കൃപാവരം ആവശ്യമാണെന്ന് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ അടിവരയിട്ട് പറയുന്നു. ആ വരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാന്മാരും പ്രവാചകന്മാരും കാണാൻ ആഗ്രഹിച്ചത് ശിഷ്യന്മാർ കണ്ടതുകൊണ്ട് അവരുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവയായി. നീതിമാന്മാരും
പ്രവാചകന്മാരും കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ടതുകൊണ്ട് ശിഷ്യന്മാരുടെ കാതുകൾ ഭാഗ്യമുള്ളവയായി. ഇനി യേശു ഉപമകളിലൂടെ പറഞ്ഞത് ഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളും അത് ജീവിതത്തിൽ പകർത്തുന്നതുകൊണ്ട് നമ്മുടെ ആത്മാവും ഭാഗ്യമുള്ളവയാകണം. അതിനുവേണ്ടിയുള്ള കൃപാവരത്തിനും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.